Good morning, dear children. Welcome to science class. Today we are going to discuss a new chapter, that is soil erosion. Let's start the class. Okay, our chapter name is soil erosion and conservation. Soil erosion and conservation. Okay, what do you mean by soil? എന്താണ് soil? Soil is the uppermost layer of the earth. Soil is the uppermost layer of the earth. Hmm? First of all, you have to take two rocks and a white paper. Then you rub the rocks. What will you obtain? You will obtain a powder. What is that? What is that? That is the soil. It is the soil. Soil is the uppermost part of the earth. Okay, below the soil we can see solid rock. Below the soil there is a solid rock. Hmm? When the earth was formed, there were only water, air and hard rocks. എർത്ത് ഫോം ചെയ്യുന്ന സമയത്ത് വാട്ടറും എയറും ഹാർഡ് റോക്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. The sun heated these rocks and the rain made them cold. അതായത് സൂര്യന്റെ ചൂടേറ്റും അതുപോലെ മഴയും ഒക്കെ കാരണം these rocks broke into small pieces. Small pieces. After millions of years, these small pieces again divided into smaller pieces. Okay. Then these pieces were carried out by wind and water. And then they rubbed each other, and finally, after long millions of years, after they became very tiny particles called soil. അങ്ങനെയാണ് സോയിൽ ഫോം ചെയ്തത്. ഈ റോക്സ് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മാറി. പിന്നീട് എന്ത് ചെയ്തു? അവ തമ്മിൽ ഒരഞ്ഞ് ചെറുതായിട്ട് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള സോയിൽ ഫോം ചെയ്തു. ഓക്കെ. Then what do you mean by soil erosion? എന്താ soil erosion എന്ന് പറഞ്ഞാല്? സോയിൽ ഫോമേഷന് നമ്മളെ ഇതേപോലെ വെള്ളവും അതേപോലെ വിൻഡും ഒക്കെ സഹായിക്കുന്നുണ്ട്. Sometimes they may harm to the soil also. Okay. Places covered by natural vegetation, there's a balance between the formation of soil and the loss of soil. നന്നായിട്ട് വെജിറ്റേഷൻ ഉള്ള സ്ഥലങ്ങളിൽ അവിടെ മണ്ണ് ഉണ്ടാകുന്നതിനും മണ്ണ് നഷ്ടപ്പെടുന്നതിനും ഒരു ബാലൻസ് ഉണ്ടാവും. But sometimes the balance is disturbed by human activity or due to some natural forces. During that, the topsoil is removed from the surface of the earth. ഈ ബാലൻസിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ടോപ്പ് സോയിൽ എന്തു ചെയ്യും? റിമൂവ് ചെയ്യപ്പെടും. The condition of wearing off or carrying away of soil by the action of water or wind is known as soil erosion. What is soil erosion? The condition of wearing off or carrying away of soil by the action of water or wind is known as soil erosion. മണ്ണിന്റെ വെള്ളത്തിന്റെയോ അതേപോലെ കാറ്റിന്റെയോ ഫലമായിട്ട് മണ്ണ് എന്ത് മാറ്റപ്പെടുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സോയിൽ ഇറോഷൻ എന്ന് പറയാം. Okay. As a result of soil erosion, the land loses its fertility. Soil erosion മുഖേന ഒരു ലാൻഡിന്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാ? ടോപ്പ് സോയിൽ ഈസ് റിമൂവ്ഡ് ഫ്രം ദ സർഫേസ്. സോ ദ ലാൻഡ് ലോസസ് ഇറ്റ്സ് ഫെർട്ടിലിറ്റി. ഫെർട്ടിലിറ്റി നഷ്ടപ്പെട്ടു പോകും. ഓക്കെ. ഇനി റണ്ണിംഗ് വാട്ടർ കോസസ് സോയിൽ എറോഷൻ. ഒഴുകുന്ന വെള്ളം സോയിൽ ഇറോഷന് കാരണമാകും. എങ്ങനെയാണ് ഒഴുകുന്ന വെള്ളം സോയിൽ ഇറോഷന് കാരണമാകുന്നത്? യു ഓൾ നോ ദാറ്റ് ഹെവി റെയിൻസ് കോസ് ഫ്ലഡ്. ഉണ്ടാവില്ലേ? നല്ല മഴ ഉണ്ടായാല് ഫ്ലഡ് ഉണ്ടാവില്ലേ? ദിസ് ഫ്ലഡഡ് റിവേഴ്സ് ആൻഡ് വാട്ടർ വാഷസ് ദി ടോപ്പ് സോയിൽ. നന്നായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാല്
ഈ ടോപ്പ് സോയിലിന് വെള്ളം വഹിച്ചു കൊണ്ടുപോകും ഇല്ലേ? റണ്ണിങ് വാട്ടർ വാഷസ് സോയിൽ ഓഫ് ദ ഹിൽ സ്ലോപ്സ്. കുന്നിൻ ചരിവുകളിലൊക്കെയുള്ള വെള്ളം എന്ത് ചെയ്യും? മണ്ണിനെ വഹിച്ചു കൊണ്ടുപോകും. ആൻഡ് ദിസ് മേക്സ് ദ സ്ലോപ്സ് അൺഫിറ്റ് ഫോർ കൾട്ടിവേഷൻ. അങ്ങനെ ആ ടോപ്പ് സോയിൽ മുഴുവൻ ഒഴുകിപ്പോയാലോ അവിടെ കൾട്ടിവേഷന് പറ്റാതെയാവും. An example is a Chambal Valley of Madhya Pradesh. മധ്യപ്രദേശിലെ ചമ്പൽ വാലി അങ്ങനെ ഒരു എക്സാമ്പിൾ ആണ്. ടോപ്പ് സോയിൽ മുഴുവൻ ഒലിച്ചു പോയിട്ട് കൾട്ടിവേഷന് പറ്റാതെയാവുക. ഓക്കെ. The river coming down the hill carries a lot of mud with it. Upon reaching the plains, the flow of the river slows down. It leaves a part of the soil on its way. അതായത് റിവർ കമ്മിങ് ഡൗൺ ദ ഹില്ലിന്റെ ഭാഗത്തു നിന്ന് വരുന്ന പുഴകളൊക്കെ ക്യാരി എ ലോട്ട് ഓഫ് മഡ്, നന്നായിട്ട് മണ്ണ് വഹിച്ചു കൊണ്ടുവരും. അവ പ്ലെയിൻ റീജിയനിൽ എത്തിക്കഴിഞ്ഞാൽ അവയുടെ സ്പീഡ് കുറയും. അങ്ങനെ ആ മണ്ണ് അവിടെ എന്ത് ചെയ്യും? അക്യുമുലേറ്റ് ചെയ്യും. Over a period of time, this soil accumulates and makes the river change its course. അങ്ങനെ ആ മണ്ണ് വന്ന് അടിഞ്ഞടിഞ്ഞ് അതെന്തിന് കാരണമാകും? ആ റിവറിന്റെ ഒഴുക്കിന് മാറ്റി, അതായത് ഗതി മാറി ഒഴുകുക എന്ന് പറയും. ആ റിവർ പോകുന്ന വഴിയല്ലാതെ വേറെ വഴിയിലൂടെ ഒഴുകാൻ തുടങ്ങും. അത് പലതരത്തിലുള്ള അപകടങ്ങൾക്കും കാരണമാകും. There is an example, that is Huanghe River in China. That is the Yellow River. Huanghe River is the Yellow River. That is the sorrow of China. ഇതേപോലെ തന്നെ സോയില് അക്യുമുലേറ്റ് ചെയ്ത് അതിന്റെ വഴി മാറി ഒഴുകിയ ഒരു റിവറാണ് ഹൊയാങ്കോ എന്ന് പറയുന്നത്. ലൈക്ക് ദാറ്റ് കോസി റിവർ ഇൻ ബീഹാർ. കോസി റിവർ ഇസ് എ സോറോ ഓഫ് ബീഹാർ. ബീഹാറിന്റെ ദുഃഖമാണ് കോസി എന്ന് പറയുന്നത്. ഈ റിവറും ഇതേപോലെ തന്നെ പല നാശനഷ്ടങ്ങളും വരുത്തിയിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഈസ് വിൻഡ് കോസസ് സോയിൽ ഇറോഷൻ. എങ്ങനെയാണ് വിൻഡ്, കാറ്റ് എങ്ങനെയാണ് സോയിൽ ഇറോഷന് കാരണമാകുന്നത്? ഇൻ ഡെസേർട്ട് ആൻഡ് സെമി ഡെസേർട്ട് റീജിയൻ സ്ട്രോങ് വിൻഡ്സ് ബ്ലോ. അതായത് മരുഭൂമിയിലൊക്കെ എന്തുണ്ടാവും? നല്ല ശക്തിയേറിയ കാറ്റുണ്ടാവില്ലേ? അതെന്ത് ചെയ്യും? ടോപ്പ് സോയിലിനെ ക്യാരി ചെയ്യും. അങ്ങനെ അവിടെ സോയിൽ ഇറോഷന് കാരണമാകും. ഓക്കെ. Roots of the plants lose their soil cover and the plants die. ടോപ്പ് സോയിൽ പോയി കഴിഞ്ഞാൽ പ്ലാന്റ്സിന് അവിടെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. പ്ലാന്റ്സ് എന്ത് ചെയ്യും? ഡൈ ആയി പോകും. ഓക്കെ. Wind causes soil erosion. Next is human beings also cause soil erosion. മനുഷ്യനും സോയിൽ ഇറോഷന് കാരണമാകുന്നുണ്ട്. എങ്ങനെയത്? Roots of trees and plants hold the soil together. Felling of trees or deforestation is a major cause of soil erosion. അതായത് നമ്മള് മരങ്ങളെ നട്ടുപിടിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? അതിന്റെ റൂട്ട്സ് ഒക്കെ സോയിൽ പാർട്ടിക്കിളിനെ ഹോൾഡ് ചെയ്ത് നിർത്തും. ബട്ട് felling of trees or deforestation. എന്താ deforestation? മരം മുറിച്ചു മാറ്റുക, അതിനാണ് മരം വെട്ടി നശിപ്പിക്കുക. അതിനാണ് നമ്മൾ ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതൊക്കെ സോയിൽ ഇറോഷന് കാരണമാകും ഇല്ലേ? Flying of hill slopes is another human factor that leads to soil erosion. And overgrazing by cattle also causes soil erosion. These are the three main causes. First one is the deforestation. Next is ploughing. Next, third one is overgrazing by cattle. Okay. Next is soil conservation. എങ്ങനെ നമുക്ക് മണ്ണിനെ സംരക്ഷിക്കാം? അതായത് protection of soil against erosion is called soil conservation. ഇറോഷൻ എതിരായിട്ട് പ്രൊട്ടക്ട് ചെയ്യുക, സോയിലിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, അതിനെയാണ് സോയിൽ കൺസർവേഷൻ എന്ന് പറയുന്നത്. Here, in this picture you can see some methods. That is, to prevent the soil from getting blown away,
Farmers grow cover crops such as grass and creepers. The first picture, you can see some grass there. അതായത് സോയിൽ മണ്ണ് ഒലിച്ചു പോകുന്നതിന് ഫാമേഴ്സ് എന്താ ചെയ്യുക? കവർ ക്രോപ്സ് ഉണ്ടാക്കും. അതായത് ഗ്രാസോ ക്രീപ്പേഴ്സോ വെച്ചിട്ട് കവർ ക്രോപ്സ് ഉണ്ടാക്കി വെക്കും. The roots of the plants of these cover crops holds the soil particles together and prevent them from being blown away. ഈ കവർ ക്രോപ്സിന്റെ റൂട്ട് എന്ത് ചെയ്യും? സോയിൽ പാർട്ടിക്കിളിനെ ഹോൾഡ് ചെയ്ത് നിർത്തും. അങ്ങനെ അത് ഒലിച്ചു പോകുന്നത് തടയും. ഓക്കെ. Trees and bushes are grown along the boundaries of the fields. They act as shield against strong winds. അതായത് നമ്മുടെ ഫീൽഡിന്റെ ഒക്കെ ബൗണ്ടറിയില് ട്രീയും ബുഷും ഒക്കെ വെച്ച് പിടിപ്പിക്കും. അത് മണ്ണൊലിപ്പ് എങ്ങനെയാ? സ്ട്രോങ് വിൻഡ്സ് മുഖേനയുള്ള മണ്ണൊലിപ്പ് തടയാൻ സഹായിക്കും. ഇല്ലേ? The next picture, you can see cutting the slope into steps or terraces can reduce soil erosion. രണ്ടാമത്തെ പിക്ചറിൽ നിങ്ങൾ കണ്ടില്ലേ, ലാൻഡ് എന്ത് ചെയ്തു? കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അതും സോയിൽ ഇറോഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. അതായത് സ്റ്റെപ്പ് സ്ലോ ഡൗൺ ദ ഫ്ലോ ഓഫ് വാട്ടർ. സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ വാട്ടറിന്റെ ഫ്ലോ സ്ലോ ആക്കാൻ പറ്റും. As the water flows slow down, some soil from first step is left on the next step, reducing the amount of soil lost. സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് വരുന്ന വെള്ളം അതിന്റെ സ്പീഡ് കുറയുമല്ലോ. അപ്പൊ അത് സെക്കൻഡ് സ്റ്റെപ്പിൽ എത്തുമ്പോൾ അവിടെ കുറച്ച് മണ്ണ് നിക്ഷേപിക്കും. അങ്ങനെ തേർഡ് സ്റ്റെപ്പ്, ഫോർത്ത് സ്റ്റെപ്പ്, അങ്ങനെ പോകുമ്പോൾ ആ മണ്ണ് ഓരോ സ്റ്റെപ്പിലും നിക്ഷേപിക്കും. ഓക്കെ. Afforestation of growing tree is another effective method of soil conservation. എന്താ afforestation means? എന്താ afforestation എന്ന് പറഞ്ഞാൽ? അതായത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അതും നമുക്ക് സോയിൽ കൺസർവേഷന്റെ ഒരു പ്രധാന മെത്തേഡാണ് afforestation. Okay. During the monsoon, many rivers overflow and flood the fields. നമുക്കൊക്കെ അറിയാം മൺസൂൺ കാലത്ത് ചില നദികളൊക്കെ കര കവിഞ്ഞൊഴുകും, ഓവർഫ്ലോ ആവും. ആ സമയത്ത് ടു പ്രിവെന്റ് ഫ്ലഡ്സ്, എംബാങ്ക്മെന്റ്സ്. എംബാങ്ക്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വോൾ അലോങ് എ റിവർ ബാങ്ക്. നമ്മുടെ റിവർ ബാങ്കിന്റെ സൈഡിലൊക്കെ ഒരു വാള് പോലെ ഉണ്ടാക്കുന്നതിനെയാണ് എംബാങ്ക്മെന്റ് എന്ന് പറയുന്നത്. അതുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലഡ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, വെള്ളപ്പൊക്കം പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ദിസ് ഹോൾസ് എ വാട്ടർ ബിറ്റ്വീൻ ദ ബാങ്ക്സ് ആൻഡ് പ്രിവെന്റ് സോയിൽ ഇറോഷൻ. അങ്ങനെ നമുക്ക് എന്ത് തടയാൻ പറ്റും? സോയിൽ ഇറോഷൻ തടയാൻ പറ്റും. ദീസ് ആർ ദ മെത്തേഡ്സ്. എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മള് സ്ലോപ്പ് ആക്കിയിട്ട് ചെയ്യുക. കട്ടിങ് ദ സ്ലോപ്പ് ഇൻ ടു സ്റ്റെപ്സ് ഓർ ടെറസസ്. നെക്സ്റ്റ് എന്താ? എഫോറസ്റ്റേഷൻ. നെക്സ്റ്റ് making of embankments. Okay, these are the main methods for soil conservation. Okay, this is a small chapter, so you all have to read the textbook 3 or 4 times, then understand these points. Okay, dear children, in this class we discussed about soil and its formation and its method of conservation, etc. Okay, study well, dear children. We will meet in the next class. Okay, bye.